ലെറ്റർ നമ്മൾ ഒ എന്ന ലെറ്ററാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഏകദേശം കാട്ടിത്തന്നു. ഇത് മലയാളത്തിലെ ഓയാണ്. ഹിന്ദിയിൽ ഓ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആന്ന് എഴുതണം. ആന്ന് നമ്മൾ ആന്ന് പഠിച്ചില്ലേ? ഇത് ആന്നല്ലേ? എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഈ ആന്നെഴുതണ ഈ വരയില്ലേ, ഈ വണ്ണിൻ്റെ മേലെ വേണം ഒരു കൊമ്പിട്ട് കൊടുക്കാൻ. ശ്രദ്ധിക്കണം, ഈ അവസാനത്തെ വണ്ണിൻ്റെ മേലെ വേണം കൊമ്പ്. പ്രത്യേകം ഒന്നും കൂടി ശ്രദ്ധിക്കണം, ഈ ത്രീയുടെ മേലെ വരയ്ക്കരുത്. ഒന്നും കൂടി കാട്ടിത്തരാം. ആദ്യം ആന്നെഴുതി ആയുടെ ഈ കൊമ്പിൻ്റെ മേലെ, അവസാനത്തെ വരയുടെ മേലെ വേണം കൊമ്പിടാൻ. ക്ലിയറായോ? ഈ വരേൻ്റെ ലാസ്റ്റത്തെ വരയുടെ മേലെയാണ് നമ്മൾ വണ്ണിട്ട് കൊടുക്കുന്നത്, കൊമ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആന്നെഴുതി ഒരു കൊമ്പിട്ട് കൊടുത്താൽ അതെന്തായി? ഓ. ഇനി നെക്സ്റ്റ് ലെറ്റർ എന്താണ്? ഓന്നാണോ? അല്ല, ഓന്ന് ഹിന്ദിയിലില്ല, അത് മലയാളത്തിലാണുള്ളത്. ഹിന്ദിയിൽ ഔവാണ്. ഔ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? മലയാളത്തിൽ ഔ നമ്മളിങ്ങനെയല്ലേ എഴുതുക? നോക്കൂ, ഇങ്ങനെയല്ലേ ഔ. അപ്പോൾ ഹിന്ദിയിൽ ഔ എങ്ങനെ എഴുതുക? എളുപ്പമാണ്. ആദ്യം ആന്നെഴുതി, എന്നിട്ട് ശിരോരേഖ വരച്ചു കൊടുത്തു. എന്നിട്ട് അവസാനത്തെ ആ വരയുടെ ആ ഒരു വണ്ണിട്ടിട്ടില്ലേ, ആ വരയുടെ മേലെ 2 കൊമ്പിട്ട് കൊടുക്കുക. ഒന്നും കൂടി കാട്ടിത്തരാം. ആദ്യം ആന്നെഴുതി, ആന്നാട്ടോ, ആയല്ല, ആന്നെഴുതി അവസാനത്തെ വരേൻ്റെ മേപ്പെട്ട് 2 കൊമ്പിട്ട് കൊടുക്കുക. അപ്പം അതെന്തായി? ഔവായി. ആന്നെഴുതി ആയുടെ മേലെ 2 കൊമ്പിട്ട് കൊടുത്താൽ അത് ഔവായി. ആ എഴുതി ഒരു കൊമ്പിട്ട് കൊടുത്താൽ അത് ഓ ആയി. ഔ. ആ എഴുതി 2 വരയിട്ട് കൊടുത്തു മേപ്പെട്ട്. അപ്പം അതെന്തായി? അത് ഔവായി. ഇപ്പോൾ ഓവും ഔവും തമ്മിൽ എന്താ വ്യത്യാസം? ഓവിനൊരു കൊമ്പ് മേപ്പെട്ടിട്ട് കൊടുത്തു, ഔവിന് 2 കൊമ്പ് മേപ്പെട്ടിട്ട് കൊടുത്തു. മറക്കരുത്.